48 മണിക്കൂറിനുള്ളിൽ നടന്നത് 2 കൊലപാതകങ്ങളാണ്. അതും 2 വ്യവസായികൾ. കർണാടകയിലാകട്ടെ ജോൽസിന്റെ വാക്കുകേട്ട് മകൾ കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയെ. അങ്ങനെ കൊലപാതകത്തിന്റെ വാർത്തകൾ ദിനം പ്രതി ഇടതടവില്ലാതെ വർദ്ധിച്ചു വരികയാണ്. എന്താണ് നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ മനസ്സിന് സംഭവിക്കുന്നത്? വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർ പോലും കൊല്ലാൻ തുനിയുന്ന ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെറാഡൂണിൽ 48 മണിക്കൂറിനുള്ളിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു. സംശയമുളവാക്കുന്ന മറ്റൊരു സംഭവം എന്തെന്നാൽ 48 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെ വ്യവസായി കൂടിയാണിത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഡെറാഡൂണിലെ ടിബറ്റൻ മാർക്കറ്റിൽ രാവിലെ 10:30 42 വയസ്സുള്ള അർജുൻ ശർമ്മ എന്ന വ്യവസായി കൊല്ലപ്പെട്ടത്. ആ കൊലപാതകം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴിതാ അതേ ഡെറാഡൂണിൽ വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു. ഇന്ന് പുലർച്ചെ ഡെറാഡൂൺ നഗരത്തിലെ സിൽവർ സിറ്റിക്ക് സമീപമാണ് കൊലപാതകം നടന്നത്. വിക്രം ശർമ്മ എന്ന 50-കാരനായ ബിസിനസ്മാനാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 10:15 ജിമ്മിൽ നിന്നിറങ്ങിയ വിക്രം ശർമ്മയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 11 ദിവസത്തിനുള്ളിൽ ഡെറാഡൂണിൽ നടക്കുന്ന 3ാമത്തെ കൊലപാതകം കൂടിയാണിത്. തുടർച്ചയായി കൊല്ലപ്പെടുന്ന 2 വ്യവസായികൾ. എന്തിനേറെ പറയുന്നു, കൊല്ലപ്പെട്ട സമയത്തിൽ പോലും സാമ്യത. അർജുൻ ശർമ്മ കൊല്ലപ്പെടുന്ന സമയം 10:30. വിക്രം ശർമ്മ കൊല്ലപ്പെടുന്നതാകട്ടെ 10:15. ആദ്യ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടിയെന്ന് പറയുമ്പോഴും അർജുൻ ശർമ്മയുടെയും വിക്രം ശർമ്മയുടെയും മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? കൊലപാതക ശേഷം അക്രമികൾ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. ഉധം സിംഗ് നഗർ ജില്ലയിൽ വിക്രം ശർമ്മയ്ക്ക് ഒരു കല്ല് ക്രഷർ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളാണോ കൊലപാതക കാരണമെന്നാണ് മറ്റൊരു സംശയം. കൊലപാതകത്തിന് പിന്നിലെ കാരണം ഒരു വൈരാഗ്യമായിരിക്കാമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. देखिए, अभी एक व्यक्ति विक्रम शर्मा नामक व्यक्ति ये यहाँ से जिम से आ रहे थे और जिम के बाद में ये करीबन 10:15 के लगभग कुछ अज्ञात हमलावर थे. उन्होंने उनको गोली मार दी. अनफॉर्चुनेटली उनकी डेथ हो गई है. हमारी FSL की टीम से यहाँ पे विजिट कर लिया है और साथ में से पूरी STF की यहाँ पे इसकी जांच कर रही है. शहर में हमने नाकेबंदी कर ली है और जो भी ये हमलावर हैं उनको हम बहुत जल्दी पकड़ेंगे और उनको सख्त से सख्त दिलाएंगे. ഏതായാലും കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണ് പോലീസ്. പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം ഡെറാഡൂണിൽ മാത്രമല്ല, ജാർഖണ്ഡിലും മധ്യപ്രദേശിലും അടക്കം വിക്രം ശർമ്മയ്ക്ക് ബിസിനസ്സുകളുണ്ട്. ഇതിലേക്കെല്ലാം അന്വേഷണം നീളാനുള്ള സാധ്യതയുമുണ്ട്. ശർമ്മയുടെ കുടുംബം ഡെറാഡൂണിലാണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ ഉത്തരാഖണ്ഡിലെ കാശിപൂരിൽ നിന്നുള്ള ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വഴിയിലേക്കും അന്വേഷണം കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഡെറാഡൂണിൽ നടന്ന 3 കൊലപാതക പരമ്പരകൾ പ്രദേശവാസികൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഭയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മധ്യപ്രദേശിലെ സിംഗ്രൌളി ജില്ലയിൽ കഴിഞ്ഞ ദിവസം 2 കൊലപാതകങ്ങൾ നടന്നു. അന്വേഷണത്തിനൊടുവിൽ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ആ 2 കൊലപാതകങ്ങളും നടന്നത് ക്രൂരമായ നരബലിയുടെ ഭാഗമായിരുന്നു.
പതിവ് പോലെ തന്നെ വളരെ സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞ ദിവസം സിംഗ്രൗളിയിലെ ജനങ്ങൾ ഉണർന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിക്കുന്ന ആ വാർത്ത നാടാകെ പടർന്നത് കാട്ടുതീ പോലെയായിരുന്നു. ജില്ലയിൽ ഒരു വീട്ടുമുറ്റത്ത് 2 മൃതദേഹങ്ങൾ കിടക്കുന്നു. മൃതദേഹത്തിന് ചുറ്റുമായി മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുക്കളുമുണ്ട്. വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പോലീസുകാർ സ്ഥലത്തെത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ മരണപ്പെട്ടവർ ആരെന്ന് ഉടൻ തന്നെ കണ്ടെത്തി. 65-കാരനായ കേവൽ സിംഗ്, 50 വയസ്സുകാരി ഫുൽമതി സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രതിയാകട്ടെ 21-കാരനായ ഛത്രപതി സിംഗ്. പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണം എത്തി നിന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളിലേക്കാണ്. പ്രതിയായ ഛത്രപതിയുടെ ഭാര്യയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗർഭിണിയായിരുന്നു. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഗർഭം അലസിപ്പോയി. ഇതിന് പരിഹാരമായി ഛത്രപതി കണ്ടെത്തിയ മാർഗമായിരുന്നു 2 നിരപരാധികളെ ബലി കൊടുക്കുക എന്നത്. ബലിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഛത്രപതി കേവൽ സിംഗിനെയും ഫുൽമതി സിംഗിനെയും പുലർച്ചെ 4 മണിയോടെ ഛത്രപതി തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഛത്രപതിയുടെ വീടിന് പുറത്തുള്ള മുറ്റത്തെ ഒരു പ്ലാറ്റ്ഫോമിന് സമീപം പൂജയ്ക്കായുള്ള സാമഗ്രികളും മന്ത്രവാദത്തിന് സമാനമായ അന്തരീക്ഷവും കണ്ടതോടെ അവിടുത്തെ സാഹചര്യമൊന്നും അത്ര പന്തിയല്ലെന്ന് കണ്ട അവർ ഇരുവരും ഒരുപക്ഷെ രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കാം, അതുമല്ലെങ്കിൽ പ്രതികരിച്ചിരിക്കാം. ഛത്രപതി അവരെ മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇവരെ ഇങ്ങനെ ആക്രമിക്കുന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിച്ച 2 നാട്ടുകാർക്കും സാരമായ പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. കൊലപാതകം മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെയാണ് നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. जो ग्राम लोहरा है, चौकी कुंदवार, थाना जियावन, इसके अंतर्गत आज सवेरे सवेरे सूचना प्राप्त हुई थी कि 2 व्यक्तियों की हत्या हुई है, जिसमें एक है फूलमती सिंह पति गोरेलाल सिंह और जो दूसरा व्यक्ति है वो है केमला सिंह पिता बलदेव सिंह गौड़। इन दोनों की एक जो आरोपी है छत्रपति सिंह गौड़, इसके द्वारा धारदार हथियार से हमला कर हत्या की गई। इस सूचना पे तत्काल जो एसडीओपी और थाना प्रभारी और पुलिस का चौकी का बल पहुंचा और जो आरोपी है वो अपने निवास में छुपा हुआ था और उसको फिर घेराबंदी करके आरोपी को पकड़ा गया है। यह बात प्रकाश में आई है कि जादू टोना की बात पर से आरोपी द्वारा इस प्रकार ये 2 व्यक्तियों की हत्या की गई है। इसमें पास में ही निवासी फूल कुमारी गौड़ घायल भी है और एक अन्य घायल माइनर घायल है। ये घायल गंभीर नहीं है और आरोपी को अभिरक्षा में ले लिया गया है। पुलिस द्वारा विवेचना की जा रही है। जो जानकारी मैंने आपको दी है प्राथमिक जानकारी है। अब इसमें प्रकरण कायम करके विधिवत अग्रिम कार्रवाई की जाएगी। കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 60 കിലോമീറ്റർ അകലെ ജിയവാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ലോഹറ ഗ്രാമത്തിലെ ബെരിഹ്വ തോലയിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. അന്ധവിശ്വാസവും മന്ത്രവാദവും കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതാകാമെന്ന സംശയം തന്നെയാണ് പോലീസും ഉയർത്തിക്കാട്ടുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കൂ. ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നത് ഒരു 1ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സ്കൂൾ അധികൃതരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടത് സ്വന്തം കൈവിരലുകളാണ്. തുമകുരു താലൂക്കിലെ ഗുളൂർ ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. പതിവ് പോലെ 1ാം ക്ലാസ്സുകാരിയായ ചിന്മയി ദേവിയെ സ്കൂളിൽ അയച്ചതായിരുന്നു അവളുടെ മാതാപിതാക്കൾ.
എന്നാൽ അന്ന് അവളെ സ്കൂളിൽ കാത്തിരുന്നത് അസഹനീയമായ വേദനയും കണ്ണീരുമായിരുന്നു. ഉച്ചഭക്ഷണ സമയമായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്നു ചിന്മയി. ഇടയ്ക്ക് എപ്പോഴോ അറിയാതെ അവളുടെ വിരലുകൾ ക്ലാസ് മുറിയുടെ ഇരുമ്പ് വാതിലിൽ കുടുങ്ങി. അവൾ എത്ര ശ്രമിച്ചിട്ടും പിന്നീട് വിരലുകൾ വാതിലിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാതായതോടെ കുട്ടികളൊക്കെ കൂടി വിവരം അധ്യാപകരെ അറിയിച്ചു. അധ്യാപകരെത്തി വിരൽ പുറത്തെടുത്തപ്പോഴേക്കും ആ വിരലുകൾ അവളുടെ കൈകളിൽ നിന്നും അറ്റുപോയിരുന്നു. ഇത്രയും ഭയാനകമായ ഒരു സംഭവം ഉണ്ടായിട്ടും അവർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ മാതാപിതാക്കളെ വിവരമറിയിക്കാനോ തയ്യാറായില്ല. ഈ സമയത്തൊക്കെ കുഞ്ഞു ചിന്മയി വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ನೀನ್ ಹೇಳ್ಬೇಡ ಪುಟ್ಟ, ಮಗ ಹೇಳ್ತೈತೆ. ಒಳಗಡೆಯಿಂದ ಕದ ಕುದ್ರ ಯಾರು ಅವಾಗಿದ್ದು ಯಾವ ಟೈಮಲ್ಲಿ ಹಿಂಗಾಗಿದ್ದು? ಊಟದ ಟೈಮಲ್ಲಿ. ಅಲ್ಲಿ ಟೀಚರ್ಸ್ ಯಾರು ಇರ್ಲಿಲ್ವಾ? ಇಲ್ಲ, ಊಟಕ್ಕೆ ಹೋಗಿದ್ರು ಅವರು. ನೀನ್ ಒಬ್ಳೇ ಇದ್ದ? ಹುಡುಗರು ಇದ್ರು. ಈ ಕದಕ್ಕೆ ಇತ್ತ ಯಾರನ್ನ ಬೆಳ್ಳಗೆ ಏನೋ ಕತ್ತರಿಸ ಯಾರನ್ನ ಅಲ್ಲಿ ಹಿಂಗಂಡಿದ್ದೆ ನೋಡೋಣ ಅಂತ. ಯಾರೋ ಒಳಗಡೆಯಿಂದ ಕದ ಕುದ್ರು ಅಷ್ಟೇ. ಕದಾಕಿ ಬೇಳೆ ಸಿಕ್ಕಾಕೊಂಡಿರೋದ? ಯಾರೇ ನಿನ್ಗೇನು ಇದ್ ಮಾಡಿಲ್ವಾ, ಗಾಯ ಮಾಡಿಲ್ವಾ? നിജാനാ? ഇതൊന്നും കൂടാതെ മുറിഞ്ഞുപോയ അവളുടെ കുഞ്ഞു വിരലുകൾ സൂക്ഷിക്കുന്നതിന് പകരം രക്തം കണ്ട് മറ്റു വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാകാതിരിക്കാൻ അധ്യാപകർ ആ വിരലുകൾ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഒടുക്കം ചിന്മയുടെ കരച്ചിൽ അടക്കാനാകാതെ വന്നതോടെയാണ് അധ്യാപകർ മാതാപിതാക്കളെ വിവരമറിയിക്കുന്നതും അവർ സ്കൂളിലെത്തുന്നതും. സ്കൂളിലേക്ക് ഓടിയെത്തിയ അവർ മകളെ തുമകുരു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മുറിഞ്ഞുപോയ വിരലുകൾ ശരിയായി സംരക്ഷിക്കുകയും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ അവ വീണ്ടും ഘടിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നാണ് ചിന്മയുടെ അമ്മ പിന്നീട് വ്യക്തമാക്കിയത്. ಹಿಂಗೆ ಆಗಿದ್ರೆ ನೀವು ಬಿಡಿರ ಸರ್ ಅಂತಾನೆ ಕೇಳಿದೆ ನಾನು. ಅಲ್ಲಿ ಬಿಟ್ಟು ಕೈ ಕಾಲು ತಲೆ ಕತ್ತರಿಸಕ್ಕೆ ಎಲ್ಲರೂ ಯಾಕಂದ್ರೆ ನಾವು ಬಡವರಲ್ವಾ. ಕೋಳಿ ನಾಯಿನ್ರಿ ಅದು ಒಳ್ಳೆ ಆಸ್ಪತ್ರೆ ಕರ್ಕೊಂಡು ಹೋಗಿ ಹೋಗ್ರಿ ಅಂತಾರೆ ಅಷ್ಟೇ. ಏನಿಲ್ಲ, ಅವ್ರವ್ರೆ ಪಿಸ ಅಂತ ಮಾತಾಡ್ತಾರೆ. ಸ್ಕೂಲ್ ಟೀಚರ್ ಬಿಒ ಮನೆ ತಗ ಬಂದು ಏನ್ ಹೇಳಿದ್ರು ಹೇಳಮ್ಮ, ಯಾರು ಕೇಳಬೇಡ ಅಂದ್ರು. ಅದೇ ಸಿದ್ದರಾಜು ಯಾರ ಮಾತು ಕೇಳಬೇಡ ಕಣಮ್ಮ ನೀನು ಅಂತ ಹೇಳಿದ್ರು. ഏതായാലും തുമകുരു റൂറൽ പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കൾ പരാതി നൽകിയിരിക്കുകയാണ്. സംഭവത്തിൽ 3 അധ്യാപകർക്കും ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർക്കുമെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുരക്ഷാ പ്രോട്ടോകോളുകളിലെ വീഴ്ചയും തുടർന്ന് അടിയന്തര പരിചരണം നൽകുന്നതിൽ ജീവനക്കാർ വരുത്തിയ വീഴ്ചയുമാണ് അന്വേഷണ പരിധിയിലുള്ളത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇന്ന് രാവിലെ ബംഗളൂരു നഗരത്തിൽ വെളിച്ചം പരന്നത് ഞെട്ടിക്കുന്ന, ആരെയും ദുഃഖിപ്പിക്കുന്ന വലിയൊരു അപകട വാർത്തയുമായാണ്. ബംഗളൂരു നഗരത്തിൽ നിന്ന് അല്പം മാറി ബംഗളൂരു റൂറൽ ജില്ലയിലെ ഹോസ്കോട്ടയിൽ 6 മലയാളി വിദ്യാർത്ഥികളടക്കം 7 പേർക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചു. പുലർച്ചെ 4:30യോടെയായിരുന്നു അപകടമുണ്ടായത്. ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയവരാണ് മരിച്ച മലയാളികളിൽ 6 പേര്. ഒരാൾ കർണാടക സ്വദേശി. ഈ അപകടത്തെ പറ്റി പോലീസ് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം.
ಇವತ್ತು ಅರ್ಲಿ ಮಾರ್ನಿಂಗ್ ಇಲ್ಲಿ ಸುಲಿಬೆಲೆ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಲಿಮಿಟ್ ಅಲ್ಲಿ ಒಂದು ಮೇಜರ್ ಆಕ್ಸಿಡೆಂಟ್ ಆಗಿದೆ. ಅದರಲ್ಲಿ ಫಸ್ಟ್ ಒಂದು 2 ವೀಲರ್ಗೆ ಎಕ್ಸ್ಯೂ ವೆಹಿಕಲ್ ಅವರು ಹೊಡೆದಿದ್ದಾರೆ. ಅದರಲ್ಲಿ 2 ವೀಲರ್ ರೈಡರ್ ಆದ್ರೂ ಅವ್ರದ್ದು ಡೆತ್ ಆಗಿದೆ. ಮತ್ತು ತದನಂತರ ಬೇರೆ ಒಂದು ಗಾಡಿಗೆ ಕೂಡ ಹೊಡೆದಿದ್ದಾರೆ. ಅದರಿಂದ ಆ ಗಾಡಿ ಕೂಡ ಪಲ್ಟಿಯಾಗಿ ಡ್ರೈವರ್ಗೆ ಗಾಯ ಆಗಿದೆ. ಅದೇ ಗಾಡಿ ಡೆತ್ ಆಗಿದೆ. ಈಗ ನಾವು ವೆಹಿಕಲ್ ಎಲ್ಲ ಕ್ಲಿಯರ್ ಮಾಡಿ ಬಾಡಿ ಹಾಸ್ಪಿಟಲ್ ಶಿಫ್ಟ್ ಮಾಡಿದ್ದೀವಿ. ಅದರಲ್ಲಿ 3 ಜನ ಬೈಕ್ ರೈಡರ್ ಮತ್ತೆ ಎಕ್ಸ್ಯೂಲಿ ಇಬ್ರು ನಾವು ಐಡೆಂಟಿಫೈ ಆಗಿದೆ. ಅವರ ಪೇರೆಂಟ್ಸ್ ಅವ್ರಿಗೆ ಮತ್ತೆ ರಿಲೇಟಿವ್ ಅವ್ರು ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡಿ ಆದಷ್ಟು ಮುಂದಿನ ಪ್ರಕ್ರಿಯೆ ಏನಾದ್ರು ಕಂಪ್ಲೀಟ್ ಮಾಡ್ತೀವಿ. ಅದರ ಜೊತೆಗೆ ಬಾಕಿ ಅವ್ರದ್ದು ಕೂಡ ಐಡೆಂಟಿಫೈ ಮಾಡಕ್ಕೆ ಈಗ ಎಫರ್ಟ್ಸ್ ನಮ್ಮ ಆಫೀಸರ್ಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಮತ್ತು ಈಗ ಮುಂದಿನ ಕ್ರಮ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಯಾವ ಕಡೆ ಈಗ ಇದರಲ್ಲಿ ಇಬ್ರು ಗೊತ್ತಾಗಿದೆ 3 ದಿನದಲ್ಲಿ ಬೆಂಗಳೂರು ಅವರು ಇದ್ದಾರೆ ಅಂತ ಗೊತ್ತಾಯ್ತು. ಬಾಕಿ ಅವ್ರದ್ದು ಈಗ ಐಡೆಂಟಿಫೈ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಸರ್ಕಾರ ಅವರು ಏನಾದ್ರು ಡ್ರಿಂಕ್ಸ್ ಮಾಡಿರೋದೇನಾದ್ರು ಅದು ಈಗ ನಾವು ಏನ್ ಹೇಳಕ್ಕಾಗಲ್ಲ, ಅದು ತನಿಖೆ ಆಗುವಾಗ ಗೊತ್ತಾಗ್ತದೆ. സംഭവിച്ചത് ഒരപകടമല്ല, നിരവധി അപകടങ്ങളാണ്. മരിച്ച വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന വാഹനം XUV 700 ആയിരുന്നു. ഇവർ കോത്തന്നൂരിൽ നിന്ന് ദേവനഹള്ളിയിലേക്ക് പോവുകയായിരുന്നു. സത്യവര ഗ്രാമത്തിൽ വെച്ച് തൊട്ടുമുന്നിൽ പോവുകയായിരുന്ന ബൈക്കിൽ ഇവരുടെ XUV ഇടിക്കുന്നു. ബൈക്ക് യാത്രികർ തൽക്ഷണം മരിക്കുന്നു. ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച കാർ നിയന്ത്രണം വിട്ട് നേരെ പോയത് ഇതേ ദിശയിൽ തന്നെ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറിക്ക് നേരെയാണ്. പിന്നിൽ നിന്നുള്ള ഇടിയുടെ ആഘാതത്തിൽ ഈ ലോറിയും മറിഞ്ഞു. അപ്പോഴേക്ക് XUV തകർന്ന് തരിപ്പണമായിരുന്നു. ഉള്ളിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം വലിയ അപകടമാണ് ഉണ്ടായതെന്ന്. താരതമ്യേന സുരക്ഷിതത്വം കൂടുതലുണ്ടെന്ന് കരുതുന്ന വിലയേറിയ കരുത്തേറിയ വാഹനമാണ് XUV 700. അതിവേഗതയിൽ ಸ್ವಲ್ಪ ಸೈಡ್ ഈ വാഹനം എന്നത് അതിവേഗതയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അപകടമുണ്ടായ 648-ാം ദേശീയ പാതയാകട്ടെ തിരക്കേറിയതും ബംഗളൂരു നഗരവുമായി കണക്ട് ചെയ്യുന്ന പ്രധാന പാതകളിലൊന്നും. ഹോസ്കോട്ടിനെയും ദൊഡബെല്ലാപൂരിനെയുമാണ് ഈ 4-വരി പാത ബന്ധിപ്പിക്കുന്നത്. സത്യത്തിൽ റോഡ് നിർമ്മിച്ചത് തന്നെ ചരക്ക് വാഹനങ്ങൾക്ക് ബംഗളൂരു നഗരത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ചവർ ഇവരാണ്. RV കോളേജിലെ അശ്വിൻ നായർ 17 വയസ്സ്, CMR കോളേജിലെ അർഹൻ ഷെരീഫ് 16 വയസ്സ്, അതേ കോളേജിലെ തന്നെ അയാൻ അലി 17 വയസ്സ്,
RV കോളേജിലെ 17-കാരൻ ഏഡൻ ജോർജും 18-കാരൻ ഭഗത്തും. പിന്നെ ഇവരുടെ കാർ പാഞ്ഞു വന്നിടിച്ച ബൈക്ക് യാത്രികൻ ഗഗനും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മരിച്ച കാർ യാത്രികരിൽ ഒരാൾ മാത്രമാണ് വാഹനമോടിക്കാൻ ലൈസൻസ് ലഭിക്കാൻ മാത്രം പ്രായപൂർത്തിയായത്, ഭഗത്ത്. മറ്റുള്ളവരെല്ലാം 17ഉം 16ഉം മാത്രം വയസ്സുള്ളവർ. ഇവർ മലയാളികളാണെന്നതാണ് വാസ്തവം. പക്ഷേ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുൻപേ കർണാടകയിലേക്ക് കുടിയേറിയവരാണ്. നാട്ടിലധികം ബന്ധുക്കളൊന്നുമില്ല. വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇവരുടെ രക്ഷിതാക്കൾ. ಸ್ವಲ್ಪ ಸೈಡ್ നല്ല റോഡാണ്, പുലർച്ചെ സമയമാണ്, അപകട സാധ്യതയും ഏറെയാണ്. പ്രത്യേകിച്ച് റോഡിൽ മൂടൽമഞ്ഞുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ഈ അപകടത്തിൽ ഇതിനേക്കാൾ എല്ലാം വലിയ സാധ്യത അമിത വേഗത്തിന് തന്നെയാണെന്നാണ് പോലീസിന്റെ പക്ഷം. SP ചന്ദ്രകാന്തും സംഘവും സ്ഥലം സന്ദർശിച്ചിട്ടുമുണ്ട്. അപകടത്തിൽപ്പെട്ട 3 വാഹനങ്ങളുടെ കാര്യം മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞുള്ളൂ. ശരിക്കും 4 വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദാരുണാന്ത്യം സംഭവിച്ച വിദ്യാർത്ഥികൾ സഞ്ചരിച്ച XUV 700 പാഞ്ഞു വന്നിടിച്ചതിനെ തുടർന്ന് മറിഞ്ഞ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് അടർന്നുപോയ ആക്സിലിൽ പിന്നീട് വന്ന ഒരു മാരുതി ബ്രസ കാറും ഇടിച്ചു. അത്ര കാര്യമായ ഇടിയല്ലാത്തതിനാൽ കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. പക്ഷേ കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവർ കേരളത്തിലല്ലെങ്കിലും മലയാളികളാണെന്നത് നമുക്കെല്ലാം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ഇവർ നേരം പുലരുന്ന നേരത്ത് പോയത് എന്തിനാണെന്നോ എങ്ങോട്ടെന്നോ വ്യക്തമല്ല. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഹോസ്കോട്ടയിൽ തന്നെയുള്ള മണി ദം ബിരിയാണി കടയിലേക്കുള്ള യാത്രയായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. മണി ദം ബിരിയാണി കട, രാജ് ദം ബിരിയാണി ഷോപ്പ്, ആനന്ദ് ദം ബിരിയാണി ഷോപ്പ് എന്നിങ്ങനെ പ്രശസ്തമായ ഹോട്ടലുകളുണ്ട് ആ ഭാഗങ്ങളിൽ. ഇവയെക്കുറിച്ച് ബംഗളൂരുവിനെ കുറിച്ച് അറിയാവുന്ന മലയാളികൾക്ക് അറിയുമായിരിക്കും. ബംഗളൂരുവിൽ പഠിക്കാനോ ജോലിക്കോ പോയിട്ടുള്ളവർ ഒരു വട്ടമെങ്കിലും ഇവിടെ പോയിട്ടുമുണ്ടാകും. ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരും ഈ കടകളിൽ ഒന്നിലേക്കുള്ള യാത്രയിലേക്കായിരുന്നിരിക്കണം. ഹോസ്കോട്ട് ബിരിയാണി എന്ന് തന്നെയാണ് ഈ സവിശേഷ ബിരിയാണി അറിയപ്പെടുന്നത്. 1990കളുടെ ആദ്യമാണ് ഇവിടെ ബിരിയാണി കടകൾ ആരംഭിക്കുന്നത്. അമ്പൂരിയിലെ സ്റ്റാർ ബിരിയാണിയിൽ നിന്ന് വലിയ രുചിഭേദമൊന്നുമില്ലെങ്കിലും ആരാധകർ ഏറെയാണ് ഈ ഹോസ്കോട്ട് ബിരിയാണിക്ക്. ആദ്യം ട്രക്ക് ഡ്രൈവർമാർക്കും ഫാക്ടറി ജീവനക്കാർക്കുമായിട്ടായിരുന്നു ഈ കടകൾ തുറന്നത്. അവരായിരുന്നു ആദ്യം ഇവിടെ നിന്ന് കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ 3:30 ഈ കടകളൊക്കെ തുറക്കും. പിന്നെ ബംഗളൂരു നഗരത്തിന്റെ നിറം മാറി, മുഖം മാറി. IT-യുടെ വളർച്ചയോടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ളവർ നഗരത്തിലെത്തി. അവരുടെയും ഇഷ്ടവിഭവമായി ഹോസ്കോട്ട് ബിരിയാണി മാറി. പുലർച്ചെ 3:30 ഈ ഷോപ്പുകളെല്ലാം തുറക്കും. അപ്പോൾ തന്നെ വലിയ ക്യൂ ആയിരിക്കും ഇവിടെ. ഞായറാഴ്ചയൊക്കെ ഹോസ്കോട്ട് ബിരിയാണി കഴിക്കാനെത്തുന്നവരുടെ വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകൾ നീളാറുണ്ട്. ബംഗളൂരു നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹോസ്കോട്ടിലേക്ക് പോയിരുന്നതാകണം പുലർച്ചെയുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞ 6 ജീവനുകളും. അതിനിടയിൽ നിർഭാഗ്യം കൊണ്ട് മാത്രം പൊലിഞ്ഞുപോയ ആ ബൈക്ക് യാത്രികർ. ട്വന്റി അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.